നമസ്കാരം, ഡോക്ടർ സൗമ്യ സാറിനാണ്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ക്യാൻസറുകളെ പറ്റിയിട്ടാണ്, പലതരം ക്യാൻസറുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിനുശേഷം എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾക്കിടയിൽ കാണുന്ന ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിട്ടുള്ള CA കോളൻ അഥവാ കാർസിനോമ കോളൻ, കുടലിലെ ക്യാൻസറിനെ പറ്റിയാണ്. ഇതിൽ 2 ടോക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്തൊക്കെ ഭക്ഷണശീലങ്ങളാണ് കുടൽ ക്യാൻസറിന് കാരണമാകുന്നത്? കാരണം എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണിത്, അല്ലേ? നമുക്ക് പൊറോട്ടയും ബീഫും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അല്ലെങ്കിൽ കേരളീയക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റൊക്കെ. പക്ഷേ നമ്മൾ കേട്ട് പരിചയിച്ചൊരു കാര്യമാണ്, പൊറോട്ടയും ബീഫും നമ്മൾ എത്ര തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ഭീകരന്മാരാണ്. അത് നമുക്ക് കോളൻ ക്യാൻസർ അഥവാ കുടലിലെ ക്യാൻസർ ഉണ്ടാക്കാൻ വലിയ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് കഴിക്കാതെ മാറ്റിവെക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ച കാര്യമാണ്, ഈ പൊറോട്ടയും ബീഫും ഇത്ര വലിയ പ്രശ്നക്കാരാണോ? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണോ? എന്താണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്നൊക്കെ കുറെ പേര് ചോദിച്ചു. നോക്കൂ, ഇന്ന ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരും എന്നുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. അതായത് നിങ്ങൾ പൊറോട്ട കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും, അല്ലെങ്കിൽ നിങ്ങൾ ബീഫ് കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും, അങ്ങനെയല്ല. നമ്മൾ അതിനെ മനസ്സിലാക്കിയത് തെറ്റായ ഒരു രീതിയിലാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട് കളയാത്ത ഹോൾ ഗ്രെയിൻ, അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കോളൻ ക്യാൻസർ, അതായത് നമ്മുടെ കുടലിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതേ പറഞ്ഞ പോലെ തന്നെ ചുവന്ന കളറിലുള്ള റെഡ് മീറ്റ്, ചുവന്ന കളറിലുള്ള ഇറച്ചി കഴിക്കുന്നത് കോളൻ ക്യാൻസറിന് കാരണമാകാമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോ പൊറോട്ടയും ബീഫും ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു പുറത്തു പോകുന്ന സമയത്ത് പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? സ്ഥിരമായി പൊറോട്ടയും ബീഫും നമ്മുടെ ഭക്ഷണമാക്കുക, സ്ഥിരമായി കഴിക്കുക. അത് കഴിക്കുമ്പോൾ എന്താ പറ്റുക? അതായത് ഇപ്പൊ നിങ്ങളുടെ ഭക്ഷണത്തിലെ പ്രധാന ഒരു മെനുവിലെ ഐറ്റമാണ് പൊറോട്ട എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. ഇപ്പോൾ വീറ്റ് പൊറോട്ട, ഗോതമ്പിന്റെ പൊറോട്ടയൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കിഷ്ടമുള്ള പൊറോട്ട എന്ന് പറയുന്നത് മൈദയുടെ പൊറോട്ടയാണ്, വെള്ള പൊറോട്ട. അപ്പോൾ അത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറ്റുക? നിങ്ങളുടെ ബാക്കി ഭക്ഷണങ്ങൾ, നിങ്ങൾ ധാന്യങ്ങൾ കൊണ്ട് കഴിക്കുന്ന, ഹോൾ ഗ്രെയിൻ കൊണ്ട് കഴിക്കുന്ന ബാക്കി ഭക്ഷണങ്ങൾ കുറയും, അല്ലെ? സ്വാഭാവികമായിട്ട് കുറയും. അപ്പൊ എന്താ പറ്റുക? ക്യാൻസറിന് കാരണം എങ്ങനെയാണ് വരിക? ഞാൻ പറഞ്ഞ പോലെ ഹോൾ ഗ്രെയിൻ കഴിക്കുന്ന സമയത്ത്, ധാന്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം, ക്യാൻസർ വരാതിരിക്കാനുള്ള സംരക്ഷണം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. കാരണം മൈദ എന്ന് പറയുന്നത് അതിലെ തവിട് മുഴുവൻ മാറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന തവിടോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംരക്ഷണം മൈദയുടെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ, മൈദ കൊണ്ടുണ്ടാക്കിയ, അതിപ്പോ പൊറോട്ട എന്നില്ല, ഏത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ വെള്ള ബ്രെഡ്, വൈറ്റ് കളറിലെ ബ്രെഡ് ഉണ്ടാക്കുന്നതും ഒരു നല്ല ശതമാനം മൈദ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംരക്ഷണം കിട്ടില്ല. അല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും പൊറോട്ട കഴിച്ചാൽ, അതായത് പൊറോട്ട കഴിച്ചാൽ കോളൻ ക്യാൻസർ വരുന്നല്ല. പൊറോട്ട നിങ്ങളുടെ പ്രധാന മെനുവിലെ ഘടകമാക്കി മാറ്റരുത്. അതെന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയും. ഓക്കെ, ഇനി അടുത്തത് ബീഫാണ്. നമ്മുടെ അടുത്ത ആള് ബീഫ് റെഡ് മീറ്റിൽ പെട്ട ഒരു ഐറ്റമാണ്, അല്ലെ? നമുക്കറിയാം, ബീഫ്, റോ ബീഫ് നമ്മൾ ഇറച്ചിയായിട്ട് വാങ്ങുമ്പോൾ റെഡ് കളറാണ്. അതിനാണ് റെഡ് മീറ്റ് എന്ന് പറയുക. ഒരു പരിധി വരെ നമ്മുടെ മട്ടനും അങ്ങനെയാണ്. പക്ഷെ ചിക്കൻ റെഡ് മീറ്റ് അല്ല. ചിക്കന്റെ കളർ നമുക്കറിയില്ല. ചിക്കൻ റെഡ് കളർ അല്ലല്ലോ. നമ്മൾ ചിക്കന്റെ ഇറച്ചി കാണുന്ന സമയത്ത് അതിനൊരു ചെറിയ പിങ്ക് കളറാണ്. പക്ഷെ ബീഫും മട്ടനും ഒക്കെ ഒരു പരിധി വരെ റെഡ് കളറാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് റെഡ് മീറ്റ് എന്ന് പറയുന്നു. റെഡ് മീറ്റിന് നമ്മുടെ കുടലിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും കഴിക്കുന്നതിനല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയ്ക്കൊക്കെ നമ്മളൊരു ഔട്ടിങ്ങിന് പോകുമ്പോൾ പൊറോട്ടയും ബീഫും കഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കോളൻ ക്യാൻസർ ഒന്നും വരില്ല, അതൊന്നും പേടിക്കണ്ട. പക്ഷെ ഇത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുക, അതായത് സ്ഥിരമായി ബീഫ് കഴിക്കുക, സ്ഥിരമായി പൊറോട്ട കഴിക്കുക, മൈദയുടെ സാധനങ്ങൾ കഴിക്കുക, അത് ഒഴിവാക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹോൾ ഗ്രെയിനുള്ള, തവിട് കളയാത്ത ഹോൾ ഗ്രെയിനോട് കൂടിയിട്ട് ഉള്ള ഭക്ഷണങ്ങള്, ഫൈബർ നല്ലപോലെയുള്ള ഭക്ഷണങ്ങള്,
അത് കൂടുതലായിട്ട് കഴിക്കുക. അത് കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഹോൾ ഗ്രെയിൻ തവിട് കളയാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയുമെന്ന് എന്താണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫൈബർ നല്ലുള്ള ഭക്ഷണങ്ങൾ എന്താ? പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഇലക്കറികള്, ഇതിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട് അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോൾ ഗ്രെയിനോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൺ ഇതും കഴിക്കാട്ടോ. എന്താ വെച്ചാൽ റാഗി പോലെയുള്ള മുത്താറി പോലെ അങ്ങനത്തെ ചന അങ്ങനത്തെ പല പല സാധനങ്ങളില്ലേ, അതിനെന്താ പറയാ, മില്ലറ്റ്സ് എന്ന് പറയും നമ്മളെ മില്ലറ്റ്സ്. അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കുടലിന്റെ ഒരു ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി. അല്ലാതെ നമ്മൾ പൊറോട്ട കാണുമ്പോൾ പേടിച്ചോടേണ്ട കാര്യമോ ബീഫിനെ കാണുമ്പോൾ പേടിച്ചോടേണ്ട കാര്യമില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ലോ, കുറച്ചൊക്കെ നമ്മുടെ നാവിന്റെ രുചി കൂടി നമ്മൾ നോക്കണം അല്ലെ. അപ്പോൾ എപ്പോഴെങ്കിലും കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ സ്ഥിരം, ഇപ്പോൾ പൊറോട്ട മാത്രമല്ല, മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ബേക്കറി സാധനങ്ങൾ അധികവും നമ്മൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഒരു വലിയ ശീലമാക്കി മാറ്റരുത് എന്ന് പറയുന്നതും ഈ പറയുന്ന പ്രശ്നം കൊണ്ടാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടില്ല. മൈദ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറയുന്ന ബേക്കറി സാധനങ്ങളിലെല്ലാം കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്ന ഒരാൾ ഇനിയിപ്പോൾ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം പൊറോട്ട കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് അതർ ടൈംസ് അല്ലെങ്കിൽ പൊറോട്ട കഴിക്കാത്ത സമയത്ത് ഈ പറയുന്ന പോലെ നല്ല ധാന്യങ്ങളുടെയും നല്ല മില്ലറ്റ്സ് ഒക്കെ ഉള്ള പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പറയുന്ന പോലെ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി പറയാം, വെറും ഭക്ഷണങ്ങളിലെ പ്രശ്നം കൊണ്ട് മാത്രമല്ല കോളൻ ക്യാൻസർ വരുന്നത്. നല്ല രീതിയിൽ ജനിതകമായിട്ടുള്ള, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ കുടലിന് ക്യാൻസർ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടുംബപരമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു ക്യാൻസർ കൂടിയാണ് കോളൻ ക്യാൻസർ. അതായത് ഇതിന് ഭയങ്കരമായ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും ഇത്തരത്തിൽ അടുത്ത ബന്ധുക്കൾക്ക്, അച്ഛന്, ഏട്ടന്, അനിയന്, അമ്മയ്ക്ക്, പെങ്ങൾക്ക്, അങ്ങനെയൊക്കെ അടുത്ത ബന്ധുക്കൾക്ക് കോളൻ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വളരെയധികം കോഷ്യസ് ആയിട്ടിരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം കേട്ടോ. യെസ്. ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ചോദിക്കാണ്ടോ, ഭക്ഷണ രീതിയെ പറ്റി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇനി അടുത്ത ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, കുടലിന്റെ ക്യാൻസറിനെ പറ്റി 2 ടോക്കുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ ടോക്ക് ആദ്യത്തെ ടോക്കാണ്, അതിവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ടോക്ക്, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, കുടലിന്റെ ക്യാൻസറിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വരിക, നമ്മൾ എന്തൊക്കെ കാണുമ്പോഴാണ് നമുക്ക് റെഡ് സിഗ്നൽ, അതായത് അപായമണി മുഴങ്ങേണ്ടത്, എന്തൊക്കെ കാണുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം, എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യിക്കേണ്ടത്, ഏത് ടെസ്റ്റ് ചെയ്താലാണ് ഇത് കൺഫേം ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ടോക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. അതോടുകൂടി നിങ്ങളുടെ കുടൽ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട സംശയങ്ങളൊക്കെ ദൂരീകരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ജയന്തൻ എന്ന് പറയുന്ന ആള് 65 വയസ്സുമായി കൃത്യമായി ആഹാരം കഴിക്കുന്നു, 4 മണിക്കൂർ വ്യായാമം ചെയ്യുന്നു, 4 പെഗ് മദ്യം കഴിക്കുന്നു, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ബാക്കിയൊക്കെ വിധി. അങ്ങനെയൊന്നും ജയന്തനങ്ങളെ പറയാൻ പറ്റില്ല. ബാക്കിയൊക്കെ വിധി എന്നൊന്നും പറഞ്ഞ് വിടരുത്. കാരണം ദിവസേന ഇതൊക്കെ ചെയ്തിട്ട് ദിവസേന 4 പെഗ് മദ്യവും കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ശീലമൊന്നുമല്ല. നിങ്ങൾ ഓരോ ദിവസവും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മദ്യം കഴിക്കുമ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട് ഡെയിലി ഒരു ലേശം കഴിക്കണോണ്ട് കുഴപ്പമില്ല എന്ന്. വളരെ തെറ്റായിട്ടുള്ള വിചാരമാണ്. നിങ്ങൾ ഒരു തവണ എത്ര കഴിച്ചു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ ദിവസവും കുറച്ച് കഴിക്കുന്നതാണ് നിങ്ങളുടെ കരളിനെയും അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനെയും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കോളൻ ക്യാൻസറിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് സ്മോക്കിങ്ങും ആൽക്കഹോളും, അതായത് മദ്യപാനവും പുകവലിയും ഉള്ള നല്ല ശതമാനം ആളുകളിൽ കോളൻ ക്യാൻസർ കാണുന്നുണ്ട്. കാരണം ഈ പറയുന്ന തെറ്റായ ഭക്ഷണ രീതികളുടെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടതാണ്. അത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. കാരണം മദ്യപാനവും പുകവലിയും ഉണ്ടാക്കാത്ത ക്യാൻസറുകളില്ല. വായിലെ ക്യാൻസർ മുതൽ നാക്കിലെ, വായയിലെ, തൊണ്ടയിലെ, ശ്വാസകോശങ്ങളിലെ, ലിവറിലെ, അങ്ങനെ എവിടേക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം സ്മോക്കിങ്ങും ആൽക്കഹോളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട വിചാരിച്ചതാണ്. പിന്നെ ഒരു അങ്കിള് താഴെ വന്നിട്ട് ഞാൻ ഡെയിലി 4 പെഗും കഴിക്കും, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറയാണ്. പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. ഡെയിലി കുറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് വലിയ മണ്ടത്തരമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആരോഗ്യത്തിനെ മോശമായി ബാധിക്കും. നിങ്ങൾ ബാക്കി എന്തെന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് കോളൻ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഓക്കെ, ചെറിയ ശതമാനമാണെങ്കിലും അത് സാധ്യത ഉള്ളത് തന്നെയാണ്. കുടലിൽ പോളിപ്പ് എന്തുകൊണ്ട് വരുന്നു നോക്കൂ. അയ്യൂബ് എങ്ങനെ എന്തുകൊണ്ട് വരുന്നു എന്ന് പറയാൻ ഞാൻ പറയില്ലേ, ഭയങ്കരമായിട്ട് ഇതിനൊരു ജനറ്റിക് ആയിട്ടുള്ള ജനിതകമായിട്ടുള്ളൊരു കാരണമുണ്ട് ഇതിനൊക്കെ. പിന്നെ പക്ഷേ പോളിപ്പുകൾക്കും പിന്നീട് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പോളിപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യരുത്, അവഗണിക്കരുത്. നോർമലി നമ്മൾ കോളനോസ്കോപ്പി ചെയ്ത് പോളിപ്പ് എടുത്ത് അതിനെ ബയോപ്സി കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ പോളിപ്പിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല.
ചെറുകുടലിൽ അൾസർ വന്ന് പൊട്ടിയതാണ്, ഇത് ക്യാൻസർ ആണോ? നോക്കൂ, അൾസർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അൾസർ എന്ന് പറയുന്നത് എവിടെയുള്ള ചെറിയ വ്രണങ്ങളെ നമ്മൾ അൾസർ എന്ന് പറയും. അപ്പൊ അത് ക്യാൻസർ ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബയോപ്സിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്ടർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പോൾ അൾസർ വന്നു എന്ന് പറയാൻ ധാരാളം അസുഖങ്ങൾ അൾസർ എന്നാണ് നമ്മുടെ പൊതുജനം അതിനെ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാതെ അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടർ അത് നിങ്ങളോട് പറയേണ്ടതാണ്. കാരണം അതിന്റെ ബയോപ്സി കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിച്ചാൽ പ്രശ്നമുണ്ടോ? നോക്കൂ, ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഭക്ഷണം എടുത്തത് ഏതൊരു സംഭവവും ടെമ്പറേച്ചർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതല്ല. അതായത് തണുത്ത സാധനം എടുത്ത് അതോപോലെ ചൂടാക്കുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. എപ്പോഴും അത് കുറച്ച് നേരം മുമ്പേ പുറത്തെടുത്ത് വെച്ച് അതൊരു റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചൂടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കപ്പയും ബീഫും 3 ദിവസം കൂടുമ്പോൾ കടയിൽ നിന്ന് കഴിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ബീഫിന്റെ ഉപയോഗം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇനി അത് ഒഴിവാക്കാൻ സാധിക്കില്ല, അവിടെ അത് മാത്രമേ കിട്ടൂന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പച്ചക്കറിയും ഇലക്കറിയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. വയറെരിച്ചിലും പുകച്ചിലും വയറുവേദനയുമാണ്. ദയവ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കണം. പലപ്പോഴും ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കുന്ന പല സംഭവങ്ങളും പിന്നീട് വേറെ പല രോഗങ്ങളുമാണെന്ന് കണ്ടുപിടിച്ചിട്ട്, പക്ഷെ അപ്പോഴേക്കും അതിന്റെ സ്റ്റേജിങ് ഒക്കെ പലപ്പോഴും മാറും. അപ്പോൾ ഒരിക്കലും നമ്മൾ വയറിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞതാണ്. അടുത്ത ടോക്കിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഏതൊക്കെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നുള്ളത് കേട്ടോ. നാവിൽ പുണ്ണു വരുന്നത്, അജീഷ്, നാവിൽ പുണ്ണു വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഈവൻ നമുക്ക് ടെൻഷൻ കൂടിയാൽ പോലും സ്ട്രെസ് അൾസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാവിൽ പുണ്ണു വരാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ധാരാളം കാരണങ്ങളുണ്ട്. പക്ഷെ ഒരിക്കലും മാറാതെ നിൽക്കുന്ന പുണ്ണുകൾ ദയവ് ചെയ്ത് കാണിക്കണം. കാരണം വായിലുള്ള പലപ്പോഴും, അതായത് ഒരിക്കലും ഹീലാവാതെ അവിടെ തന്നെ നിൽക്കുന്ന പുണ്ണുകൾ, മാറാതെ നിൽക്കുന്ന പുണ്ണുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കണം. ഫിഷർ ഒരിക്കലും ക്യാൻസർ ആവില്ല. നമ്മൾ ആനൽ ഫിഷർ എന്ന് പറയുന്നത് ക്യാൻസർ ആവാനുള്ള സാധ്യതയൊന്നുമില്ല. അത് വേറെ തന്നെ ഒരു രോഗമാണ് കേട്ടോ. സ്ഥിരമായിട്ട് മൈക്രോവേവ് ഉപയോഗിക്കുന്നത് ഭക്ഷണം ചൂടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അത് ക്യാൻസറിനൊന്നും കാരണമാവില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. യെസ്, ലക്ഷണങ്ങൾ ചോദിച്ചിട്ട് ഷെരീഫ്, അടുത്ത ടോക്ക് നമ്മുടെ ഇതിന്റെ ലക്ഷണങ്ങളെയും ടെസ്റ്റുകളെയും പറ്റിയിട്ടാണ് കേട്ടോ. യെസ്, സൺഫ്ലവർ ഓയിൽ ഒരിക്കലും ക്യാൻസർ ഉണ്ടാക്കില്ല. നല്ല സൺഫ്ലവർ ഓയിൽ നല്ല പാചകത്തിന് നല്ല രീതിയിലുള്ള ഓയിൽ തന്നെയാണ്. ഒരിക്കലും അത് കാരണമൊന്നും ഉണ്ടാവില്ല. സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നത് റെഡ് മീറ്റ്. നിങ്ങൾക്ക് റെഡ് മീറ്റ് കഴിക്കുന്ന സമയത്ത് അലർജി ഉണ്ടെങ്കിൽ സ്കിന്നിൽ പ്രശ്നങ്ങളായിട്ട് അത് വരാം. ഓക്കെ, അപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനോടുള്ള അലർജി കാരണമായിരിക്കും. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 700-ലധികം ആളുകൾ ലൈവ് കാണുന്നുണ്ട്. നോക്കൂ, കുറേ പേരുടെ ഒരു സംശയമാണ് ഇത്. അപ്പോൾ എല്ലാവരിലേക്കും ദയവ് ചെയ്ത് ഈ ഒരു ടോക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ അടുത്ത ടോക്കും എല്ലാവരും മറക്കാതെ കാണുക. കൊടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളും ചികിത്സാ വിധികളും അതുപോലെ തന്നെ ടെസ്റ്റുകളുമാണ് നമ്മൾ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളെല്ലാം ജിജു നമ്മൾ ലാസ്റ്റ് ടോക്കിൽ, ഇതിന് മുമ്പേ ആണുങ്ങളിൽ കാണുന്ന ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഞാനൊരു ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണൂ കേട്ടോ. അത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഒന്നും പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണവും ഉണ്ടെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. പൊറോട്ട കഴിക്കുന്നത് ക്യാൻസറിന്റെ കാരണമാവുമോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്ത ടോക്ക്. ആദ്യം മുതൽ കേൾക്കൂട്ടോ. ഗ്യാസ് ഇഷ്യൂസ് കൂടുതലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് റാഫി ഡോക്ടറെ കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരു ചെറിയ ശതമാനമാണെങ്കിലും ഗ്യാസിന്റെ പ്രശ്നക്കാരിൽ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്ന അസുഖങ്ങൾ പലപ്പോഴും നേരെ തിരിച്ച് പലപ്പോഴും ചില ക്യാൻസറിന്റെ ഒക്കെ തുടക്കമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വെച്ചിരിക്കരുത്. ചില ഉദര പ്രശ്നങ്ങൾ ക്യാൻസറിലേക്ക് വഴിവെക്കാം. ഫാറ്റി ലിവർ ക്യാൻസറായി മാറാൻ ചെറിയൊരു ശതമാനം സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഫാറ്റി ലിവർ നമ്മുടെ ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ലിവറിന്റെ പെർമനന്റ് ഡാമേജ് അല്ല, ടെമ്പററി ഡാമേജ് ആണ്. കുറേ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നമ്മുടെ നോർമൽ ലിവറിലേക്ക് തിരിച്ചു വരും. പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ പതിയെ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും സിറോസിസ് പതിയെ ക്യാൻസറിലേക്കും മാറാനുള്ള സാധ്യത ഉണ്ട്. യെസ്, അടുത്ത ടോക്ക് മറ്റന്നാൾ കേട്ടോ. നാളെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ചെയ്യുന്നത്. അടുത്ത ടോക്ക് ഞാൻ ടോക്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസ്റ്റർ ഇട്ടിട്ട് എല്ലാവരെയും അറിയിക്കാം. നോർമലി അത് മറ്റന്നാളായിരിക്കും. ഇന്ന് 25 അല്ലേ, 27-ാം തീയതി ആയിരിക്കും അടുത്ത ടോക്ക് കേട്ടോ. അപ്പോൾ യെസ്, എല്ലാവർക്കും ഈ മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ അതിനൊന്നും വലിയ ഇസ്മയിൽ, അതൊക്കെ നമ്മുടെ പണ്ടത്തെ തെറ്റിദ്ധാരണകളായിരുന്നു. മൊബൈലിന്റെ റേഡിയേഷൻ, മൊബൈൽ ടവറിന്റെ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കും, അങ്ങനെയുള്ള ആക്ച്വലി ആധികാരികതയുള്ള പഠനങ്ങളില്ല.
അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. മൊബൈലിന്റെ റേഡിയേഷനും അതുപോലെ തന്നെ മൊബൈൽ ടവർ ഒരു കാലത്ത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അത്, അല്ലേ? ശരി, അപ്പൊ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ടോക്ക് മാക്സിമം പേരിലേക്ക് എത്തിക്കൂ. മറ്റന്നാളത്തെ ടോക്ക് എല്ലാവരും മറക്കാതെ കാണും. ഓക്കെ, ഗുഡ് നൈറ്റ്.